നമസ്കാരം പ്രിയപ്പെട്ടവരെ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ നാട്ടിലെ കണികുന്നിലെ വയലിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായി കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അതിലേക്ക് കടക്കാം. കണികുന്ന് വയലിൻ്റെ അവസ്ഥയെക്കുറിച്ച് അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മളാ തോടിൻ്റെ ഒരു വെള്ളം ഒലിച്ചു വരുന്ന, അതായത് കണികുന്ന് ഗ്രാമത്തിന് കിഴക്കേ മൂല, പടിഞ്ഞാറേ മൂല എന്നൊക്കെയുള്ള പേരുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ചെറു തോടുകളുണ്ടായിരുന്നു. ആ തോടുകളിലെ വെള്ളം ഏകീകരിച്ചു കൊണ്ടുവന്ന് ഈ നമ്മുടെ കുറച്ച് വലിയ തോടിലേക്ക് എത്തുന്നു. ആ തോടിൻ്റെ സമീപത്താണ് പഴയ കണികുന്നിലെ പഴയ തറവാടായ വള്ളിയോട്ട് തറവാടും അതിൻ്റെ ദേവസ്ഥാനവും ഒക്കെയുണ്ട്. അതിൻ്റെ ഓരത്തുകൂടി നമ്മൾ വീണ്ടും കുറച്ചു ദൂരം ഈ തോടിൻ്റെ സൈഡിലേക്കും ആ രണ്ട് ഭാഗത്തും വയലുകളും നടുവിൽ ഏകീകരിച്ച് പല ഭാഗത്തു നിന്നും വന്ന കൈത്തോടുകൾ ഏകീകരിച്ചുള്ള ഒരു കുറച്ച് വലിയ തോടിലേക്ക് വെള്ളം ഒഴുകി പോവുകയും ആ വെള്ളം നാം കാണാം. ഈ നേരത്തെ പറഞ്ഞ വള്ളിയോട്ട് തറവാടിൻ്റെ അന്നൊക്കെ വരമ്പുകളായിരുന്നു ഓരോ വീടിൻ്റെ മുന്നിലേക്കും എത്തിപ്പെടാൻ. പ്രത്യേകം ആ കാർഷിക പ്രവൃത്തി നടക്കുന്ന സമയത്ത് നമ്മൾ വരമ്പുകൾ കൊത്തി ഉണ്ടാക്കുകയാണ്. ഓരോ വീട്ടിലേക്കും പോകുവാനുള്ള വരമ്പുകൾ കൊത്തി ഉണ്ടാക്കിയാണ് വീടുകളിലേക്ക് ആളുകൾ എത്തിയിരുന്നത്. ആ ഒരു കാലവർഷത്തിലൊക്കെ ആ വരമ്പ് വീണ്ടും നടന്ന് വയലിന് സമമാവുകയും വീണ്ടും കൃഷിയുടെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആ വരമ്പ് വീണ്ടും കൊത്തി വലുതാക്കുകയും ചെയ്യുന്നു. ആ പ്രവൃത്തിയൊക്കെ ഓരോ ഇന്നിപ്പോൾ എല്ലാവർക്കും റോഡും, വീടുകളിലേക്ക് റോഡ്, എല്ലാവർക്കും വ്യക്തിപരമായ റോഡുണ്ടാവുന്നു, വയലുകൾ മുറിച്ച് മാറ്റപ്പെടുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ നീരൊഴുക്കിനൊക്കെ തടസ്സം. ഞാൻ പറഞ്ഞ ഈ വയലുകളിലൊക്കെയുള്ള വെള്ളം ഏകീകരിച്ച് കൊണ്ടുപോയി നമ്മൾ പഴയ ഒരു പേരുള്ളൊരു തോടുണ്ടായിരുന്നു കണികുന്നിൽ. കുപ്പത്തേക്ക് നടന്നൊക്കെ പോയിരുന്ന ആ തോട്, അതിന് കരിമ്പം കണ്ണിത്തോട് എന്നൊരു പേരുണ്ടായിരുന്നു. പഴയ ആളുകൾക്കൊക്കെ അതറിയാം. ആ കരിമ്പം കണ്ണിത്തോടിലേക്കാണ് ഈ വെള്ളം ഒന്നിച്ച് എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് അതിനൊരു ചെറിയ ഷട്ടറൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പഴയ ആളുകൾക്കൊക്കെ അറിയാം. ഈ തോടിന് 2-3 ഭാഗത്തു നിന്നും വരുന്ന വെള്ളങ്ങൾ ഏകീകരിച്ചു കൊണ്ടെന്ന് ആ തോടിൽ നിന്നാണ് വളരെ സുഗമമായി ഒഴുക്കി കുപ്പം പുഴയിലേക്ക് ഈ വെള്ളം എത്തിച്ചേരുന്നത്. അതിനൊരു തടസ്സവും അന്നത്തെ കാലത്തുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് കാണാം, നമ്മൾ ഈ വീഡിയോയിൽ കാണാം. കാരണം ഓരോ കലുങ്കിൻ്റെ സൈഡിലും തെങ്ങിൻ്റെ ഓലയും മടലുമൊക്കെ വന്ന് അടിഞ്ഞുകൊണ്ട് ആ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ വലിയ തടസ്സമുണ്ടാകുന്നു. നമ്മൾ ശരിക്കും ചെയ്യേണ്ടുന്ന പ്രവൃത്തി കാലവർഷം തുടങ്ങുന്നതിന് മുമ്പേ, എനിക്ക് തോന്നുന്നു ഏകദേശം മെയ് മാസത്തിലൊക്കെ ഈ തോടൊക്കെ ശുദ്ധീകരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ വെള്ളക്കയറ്റം ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അതാണ് നമ്മളെ മുമ്പിലുള്ള ഒരു വഴി. നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വീഡിയോകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി. വീണ്ടും കാണാം.